ഞങ്ങൾ ഇന്നുള്ളത് വാഗമണിലാണ് കേട്ടോ. വാഗമണിലെ മൊട്ടക്കുന്നിൽ നിന്നൊക്കെ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ലോവർ പൈൻ വാലി, പാലൊഴുകും പാറയൊക്കെ പോകുന്നൊരു റൂട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള ബട്ടർഫ്ലൈ കോട്ടേജിൻ്റെ മുമ്പിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. മഴയൊക്കെ ഒന്ന് പെയ്ത് മാറി മൂടൽമഞ്ഞൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ടിരിക്കുന്നൊരു ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പോൾ. ഇത് കണ്ടോ, ഈ ഒരു സ്ഥലം നിറയെ പേരമരങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഈ പേരമരങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളവിടെ വണ്ടി നിർത്തി വന്നത് കേട്ടോ. ഇതൊക്കെ ആരെങ്കിലും കൃഷി ചെയ്യുന്നതാണോ എന്നൊന്നും അറിയില്ല. ചോദിക്കാനായിട്ട് അവിടെ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണുന്നുമില്ല കേട്ടോ. നോക്കുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ പറിച്ച് പോകാമെന്ന് വിചാരിച്ചു. ചെല്ലുമ്പോൾ അതാ വീണ്ടും വീണ്ടും കാണുന്നു. ശരിക്കും നമുക്കൊരു ഭ്രാന്താവണ അവസ്ഥ. അങ്ങനെ വീണ്ടും വീണ്ടും പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെല്ലാം ഞാൻ കൊണ്ടുവന്ന് ഹസ്ബൻഡിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് പിടിച്ചോളാൻ പറഞ്ഞിട്ട് എന്നോട് മതി പോവാമെന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ വീണ്ടും വീണ്ടും കാണുമ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നു. പ്രേം വണ്ടിയിൽ നിന്ന് പോയി ഒരു കവറൊക്കെ എടുത്ത് വന്ന് ഞാൻ അതിലേക്ക് പേരയ്ക്കെല്ലാം ഇട്ടു. അങ്ങനെ അവിടുന്ന് കുറച്ചുകൂടി പോരുമ്പോഴാണ് കേട്ടോ അതാ ഈ ഒരു സ്ഥലമാണ് ബൊണാമി എസ്റ്റേറ്റ്. നേരത്തെ ആ പേരമര ഒക്കെ നിന്നിരുന്നില്ലേ, ആ സ്ഥലമെല്ലാം ബൊണാമി എസ്റ്റേറ്റിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ പാലൊഴുകും പാറയിൽ നിന്ന് വരുന്ന ആ റൂട്ട് തന്നെയാണ്. ഇത് ഏലപ്പാറ മെയിൻ റോഡിലേക്ക് വന്ന് ചേരുന്ന ഒരു ഷോർട്ട് കട്ട് റൂട്ടാണ് കേട്ടോ. ഇതിലെ കാറും കൊണ്ടൊക്കെയുള്ള യാത്ര കുറച്ച് കഷ്ടം തന്നെ ആയിരിക്കും. നമ്മളത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ളൊരു വഴിയാണ്. പക്ഷെ എന്തൊരു ഭംഗിയാണെന്നറിയോ. എനിക്ക് അറിയണില്ല നിങ്ങളെങ്ങനെ ഇത് വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ വാഗമൺ വരുമ്പോൾ ഒറ്റ തവണയെങ്കിലും ഈ ഒരു റൂട്ടിൽ വരണം. ഈ സ്ഥലമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ശരിക്കും. എന്തൊരു ഭംഗിയല്ലേ ഈ ഒരു സ്ഥലമൊക്കെ, ഒന്നും പറയാനില്ല. നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, മഴയൊക്കെ മാറിയിട്ട് ആ ഒരു സമയത്ത്, മഴക്കാലത്തല്ലെങ്കിലും ഇടുക്കി ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ, സുന്ദരിയല്ലേ ഇടുക്കി എന്ന് പറയുന്നത്. എനിക്ക് മൂന്നാറിനേക്കാളും ഒക്കെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ വാഗമൺ. ഇത് തന്നെയാണ് അതിൻ്റെ കാരണം. ഏതാ, ഇതുപോലൊരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം. തിക്കും തിരക്കും ബഹളവും ഒന്നുമില്ലാതെ പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴാണ് മുട്ടത്ത് നിന്ന് തൊടുപുഴ റൂട്ടിൽ മലങ്കരയാണിത്. മലങ്കര ഡാമാണ്. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്തൊരു പാർക്കും ഉണ്ട്. കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ ആ പാർക്കിലും പോകാം. അതുപോലെ തന്നെ ഡാമും കാണാൻ പറ്റും. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ആയിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെയെല്ലാം. കൊള്ളാമല്ലേ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.